Continue for 800 meters. ലോകമേ 2 കമന്റായി. സ്ട്രീറ്റ് സ്വർഗമായിരിക്കും. അതെ എന്തുവാ ചേട്ടാ? എന്നാ പിന്നെ ഞാനങ്ങോട്ട് അവിടെ തന്നെയൊന്നുമില്ല. कैमरा है. നല്ല ബ്ലോക്കാണല്ലേ. ഇപ്പം അങ്ങടെ ബീച്ചിലോട്ടല്ലേ? ലൊക്കേഷൻ അങ്ങോട്ട് കയറി പോകണമായിരിക്കുക. ഞാൻ രാവിലെ വന്നപ്പോൾ അതിലായിരുന്നു. Head west toward National Highway 66. In 300 meters, turn left onto Puttamil Kattukulangara Polaji Road. ഇവിടെന്നാ? ഇവിടെന്നല്ലല്ലോ ലെഫ്റ്റ്. Turn left onto Puttamil Kattukulangara Polaji Road. Continue on Puttamil Kattukulangara Polaji Road for 2 kilometers. കണ്ടില്ല. കുറേ നേരം നമ്മളിങ്ങനെ പാസ് ചെയ്തില്ലേ, അത്രയും നേരം ഇങ്ങനെ നോക്കി തിരിഞ്ഞു. എന്നാ അവിടെ നിനക്ക് എന്നാടാ? നിങ്ങളൊക്കെയാണ് എന്താ ഇവിടുത്തെ സിസ്റ്റം എങ്ങനെ? അത് ബസ്സൊക്കെ വന്ന് നോക്കിയേ. വിളിച്ചോണ്ട് പോകണം.
ഗോഷ്. ഞാൻ നേരത്തെ വന്നപ്പോഴേ ഇങ്ങോട്ട് പോകേണ്ട ഇങ്ങോട്ട് പോയി. അത് വളരെ അവിടെ ഞാൻ റിവേഴ്സ് എടുത്ത് തിരിച്ച് പിന്നെ എടുക്കേണ്ടി വന്നു. എന്നാ നമ്മളെ മീഡിയയിലാണ് പോയി. ഇവൻ കയറ്റി വെക്കാൻ നിൽക്കുക. കയറ്റി വെച്ചു. വെയിറ്റ് ചെയ്യല. അയ്യോ രക്ഷ. Nilumbur, Kozhikode Road. ഞാൻ തെറി വിളിച്ചു Nilumbur, Kozhikode Road for 1.5 kilometers. അങ്ങനെയൊക്കെ ഇതുണ്ടായിരുന്നെങ്കിൽ അല്ലേ ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ എന്നാടാ കാണികളെ. എന്നാ വണ്ടി ഓടിക്കുന്നത്. മറ്റേ മുതലാളി ഒരു ചെറ്റയാണ്. അങ്ങനെ സാധനങ്ങൾ കേട്ടോ. മറ്റേ നല്ല സ്പീഡിൽ പോകുമ്പോഴേക്കും മലയാളി മൈലേജ് നോക്കണം. മൈലേജ് നല്ല പാട്ടല്ലേ മലയാളി. പാട്ടൊക്കെ മാറും. ഈ പാട്ടൊക്കെ അലക്സ പറ. അലക്സ എന്താ നടക്ക. ഹലോ ഏതോ ക്രെഡിറ്റ് കാർഡ് കൂടെ മാർക്ക് എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടിയാവോ? ഏതെങ്കിലും ഒരു ബാങ്കിൽ നിന്ന് ഉണ്ടെങ്കിൽ അതെല്ലാം ഇപ്പൊ ഇന്നിപ്പോ 3ാമത്തെ 4ാമത്തെ ആളാ നിന്നെ ടാർഗറ്റ് ചെയ്തേക്കുന്നത്. നിന്റെ നമ്പര് ഹോസ്പിറ്റലാ. ബേബി മെമ്മോറിയൽ. ഏതാണ്? ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. കഴിഞ്ഞതാ? PMH ഹോസ്പിറ്റൽ. ആഡ് കാണാം ഏഷ്യാനെറ്റിലാണ്. പണ്ട് കസിന്റെ ഒരു ഓപ്പറേഷൻ ഞാനവിടെ. അങ്ങോട്ടൊക്കെ ഉഗ്രം ബ്ലോക്ക്. താഴെ കൂടെ ഒരു വഴിയുണ്ട്. ഞാൻ പെട്ടെന്ന് ലെഫ്റ്റ് കയറി വരുന്നത്. ഇവിടെ RP മോള് ഇവിടെ ഉണ്ടോ? ഇവന്മാര് ഡേഞ്ചറാട്ടാ. ഇത്രയും വ്ലോഗ് കിടക്കുക എന്നിട്ട് പിന്നെ എന്തിനു ഓൺ ചെയ്ത് പുള്ളിക്ക് പോണം. ആക്സിഡന്റിന് പകരം ഓടിക്കുന്നതാണ്. പുള്ളിക്ക് ഒരു ഓർമ്മയില്ലെന്നാണ്. അവിടെ റെഡ് തെളിഞ്ഞ നോക്കുവാണ്. ചേട്ടാ എന്തോ ചേട്ടാ ഗ്ലാസ് കത്തിട്ടൊക്കെ ചോദിച്ചു. ആ പുള്ളിക്ക് അങ്ങ് കയറാനുണ്ട് ഇതിൻ്റെ അകത്തോട്ടോ. അതാ വീശണം. വീശാനുള്ള ഗ്യാപ്പില്ല. ഓ കയറി കയറി കയറി. നമുക്ക് സ്ട്രൈറ്റ് ആണല്ലോ റൈറ്റ് വേണോ? നമുക്ക് റൈറ്റ് പോകാം. എന്നാ ഇവിടെ തന്നെ ചെയ്യാം. In 200 meters, turn right. ചോദിക്കാനായിട്ട് കാത്തിരിക്കുക. 5 മീറ്റർ ഒരു 10 മീറ്റർ കൊണ്ട് വെച്ചില്ലല്ലോ. അതും കൂടെ ഒക്കെ പറഞ്ഞു തരുമായിരുന്നു നല്ലതായിരുന്നല്ലേ. കീപ് ദ റൈറ്റ് ലൈൻ, യു ഹാവ് ടു ടേൺ റൈറ്റ് നെക്സ്റ്റ് സിഗ്നൽ എന്നുള്ള രീതിയിൽ. പിന്നെ ഇത്രയൊക്കെ പറഞ്ഞാലും സമയം എടുക്കുമല്ലോ. ഇന്റഗ്രേറ്റ് വേണേ തിരിയടാ. Turn right. അങ്ങോട്ടോ ഉണ്ടേ. അന്ത വഴി ചുറ്റുകാരൻ വേറെ അങ്ങോട്ടാണ്. അവന്റെ കൂടെ കടയിൽ കയറിയല്ലേ. ഇതെന്നാ? In 600 meters, turn left onto Balan K. Nair Road. എന്താണ് ആരാണ്? ഇവനെ അങ്ങ് എടുത്താലാ. അരുത് വരുത്. ഇത് പുതിയതായിട്ട് നിർമ്മിച്ച ഏതോ റോഡാന്ന് തോന്നല്ലേ. പെഡസ്ട്രിയൻ പാത്ത് വേ ഒക്കെ. നോർമലി എത്തിയാണെങ്കിൽ ഇതൊന്നും കാണത്തില്ലല്ലോ. പണ്ട് ചെയ്ത എത്രയോ റോഡുകളിൽ പെഡസ്ട്രിയൻ ഉണ്ട്. ചേട്ടൻ പോവാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതോ
പോലെ ഓല അല്ലേ Turn എയ്തറല്ല left onto Bilanki Nair Road. എന്താ ലെഫ്റ്റാ എന്താ ലെഫ്റ്റ് ഇവിടെയൊക്കെ ഉള്ളല്ലേ. Continue for 800 meters. ഓ, നന്മയുള്ള ലോകമേ ലക്ഷത്തിനുള്ളതായി. രണ്ട് കമന്റായി നമ്മൾ സ്ട്രീറ്റ് തുറക്കുമായിരിക്കും. അതെ എന്തുവാ ചേട്ടാ? എന്നാ പിന്നെ ഞാനങ്ങോട്ട് അവിടെ നന്മയൊന്നുമില്ല. തെണ്ടി പട്ടിച്ചറ്റ അരുത്, നമ്മളങ്ങനെ ശ്രീവിച്ചോയോടെ ഒന്നും നമ്മൾ സംസാരിക്കാൻ പാടില്ല. മൈര ബീച്ചിലൊക്കെ ആരെങ്കിലും വെയിലത്ത് പോയിരിക്കുക. നേരെ ബീച്ചിലോട്ടാണ് പോണേ. ആ ബീച്ചിൽ കഴിഞ്ഞിട്ടൊക്കെ വിളിക്ക്, ലേറ്റ് ആവില്ല എത്താൻ എന്തായാലും. നീ ഒന്ന് പോടാടുന്നു. നീ നമ്മള് കോഴിക്കോട് വന്നിട്ട് നമ്മളെ കാണാൻ പോലും വരാശേ. നമ്മളതിന് കോഴിക്കോടല്ല, ശ്രാവണാണ് കോഴിക്കോട്. ഓ, അങ്ങനെ ഒരാൾ നമ്മളോട് പഠിച്ചിട്ടുണ്ടല്ലേ? പഠിക്കാനുണ്ടല്ലോ. കോഴിക്കോട് എന്ന് പറയുമ്പോഴേക്ക് നമുക്ക് നിന്നെ മാത്രമേ ഓർമ്മയുള്ളൂ. അതാ ലീഡിങ് ആർക്കിടെക്ട് ലീഡിങ് ആർക്കിടെക്ട്, കാസ ഡിസൈൻ സ്റ്റുഡിയോ ഹെഡ് ഓപ്പറേറ്റർ, കാലിക്കറ്റാന്ന് പറഞ്ഞ് നടക്കുന്ന മലപ്പുറക്കാരൻ. ഞാൻ കാലിക്കറ്റ് എന്നാരും പറഞ്ഞിട്ടില്ല. നീ അതല്ല, നിങ്ങളെപ്പോഴാ ഇറങ്ങാ? ഞങ്ങൾ ഇറങ്ങിയില്ലല്ലോ. കുറച്ചേരം ബീച്ചിലോട്ട് എത്തുന്നുള്ളടാ. എത്തുന്നേ ഉള്ളൂ. ബീച്ചിൽ നിന്ന് ഞങ്ങൾ മറ്റേ തണുത്ത ഐസോലി ഒക്കെ കഴിച്ചിട്ട് അവിടുന്ന് ഐറ്ററിന്റെ വാങ്ങി തിന്നലുണ്ടാ. വെള്ളമൊക്കെ നല്ല സൂക്കറും പിടിക്കും. നല്ല കടയിൽ നിന്നൊക്കെ ഫുഡ് കഴിച്ചു. തളർത്തി പിന്നെ എല്ലാം പറഞ്ഞാ മറ്റേ ഐസ് ഇല്ലേ, വിൽക്കണ ഐസ്, അത് മേടിച്ചിട്ട് പനി പിടിച്ച് 4-5 ചെക്കന്മാര്. കമ്പനി ഇല്ലാത്ത ഐസ് മേടിക്കരുത്. കമ്പനി ഉണ്ടോന്ന് ഇപ്പൊ എങ്ങനെ അറിയാ? ഐസ് എഴുതിണ്ടാടാ പട്ടി. എടാ അത് എടാ വെയിലത്ത് വെച്ച് അലുത്ത് പോലടാ അത്. ഇവിടെ പോയിക്കോ, മെമ്മറൈസ് മേടിച്ചോ. മെമ്മറൈസ് ഉണ്ടോ അവിടെ ബീച്ചിൽ തന്നെ ഷോപ്പ്? മെമ്മറൈസ് ആണ് ഷോപ്പ് ഉണ്ടോ? അവിടെ പോയിക്കോ. റിച്ച് പീപ്പിൾസ് ഒക്കെ പോകുന്ന സ്ഥലമാണോ? റിച്ച് പീപ്പിൾസ് ഒക്കെ പോകാൻ പറ്റിയ സ്ഥലമാണോ? 30 എടുത്താൽ മതി, ആർക്കും തരും. പറ്റിയ സ്ഥലമല്ല. ரொம்ப എക്സ്പെൻസീവ്. ഈ സാധനം ഒരു 60 രൂപയ്ക്ക് തരാൻ പറ്റും. 30 രൂപ. ആ 10 മേടിച്ചാൽ മതി 300 രൂപയില്ലേ. ഇങ്ങോട്ട് പാവങ്ങി എറിഞ്ഞെടുക്ക്. നീ വരണ്ടോ? നീ അതിന്റെ അടുത്തുണ്ടെന്ന് തോന്നുന്നു. ഇറങ്ങാൻ വിളിച്ച് ഇറങ്ങുമ്പോ വിളിക്കാലോ. നീ ഇങ്ങോട്ട് വാ. നീ അല്ലേ കാലിക്കട്ടൊക്കെ നമ്മളെ കൊണ്ട് കാണിക്കണ്ടേ? വീട്ടിൽ കയറിയിരിക്കടാ. 5 വന്നാ എത്ര തിയേറ്റർ കൊണ്ടേ കാണിക്കും? രാവിലെ തൊട്ട് പണി എടുത്താലേ പാവങ്ങൾക്കൊക്കെ ജീവിക്കാൻ പറ്റും. പോലെ കാറിൽ കറങ്ങിയാ ജീവിക്കാൻ പറ്റില്ല. ഒരു സിറ്റിങ്ങിന് ലക്ഷങ്ങൾ വാങ്ങുന്ന സുപ്രീം കോർട്ട് അഡ്വക്കേറ്റ്. ഏതായാലും ഇങ്ങനെ ഇറങ്ങി വിളി. നീ എന്ത് സാധനമാടാ? ഞങ്ങള് യൂട്യൂബിൽ ഇടാൻ വേണ്ടി നിന്റെ പേരൊക്കെ വിളിച്ച് പറഞ്ഞ നേരത്തിന് നീ ഇങ്ങനെയൊക്കെയാണോ പിച്ചക്കണക്കൊക്കെ പറഞ്ഞ പോയി? എന്റെ പണി എന്തായി? ഇതൊക്കെ ഇതില് വരും കേട്ടോ, യൂട്യൂബിൽ വരും കേട്ടോ. ഇതൊക്കെ റെക്കോർഡിങ് കേട്ടാ. അവനെ കടലിൽ എറിഞ്ഞിടാ ജഗൻ. ഫൈറ്റാ റൈറ്റ് പോക്കോ, ബീച്ചായി. നിനക്ക് ഇഷ്ടമുള്ളതോട്ട് പോകും. റൈറ്റ് വയലും ലെഫ്റ്റ് വയലും ബീച്ച്. ബീച്ചില് വേറെ നല്ല കട, നല്ല ചിക്കാണല്ലോ. ഇവിടെ പോയിക്കോ. നല്ല സ്ഥലം പറഞ്ഞുതരാം. ഫുഡ് സ്പോട്ട് ഏതെങ്കിലും പറയാനോ? ഫുഡ് സ്പോട്ടൊക്കെ നോക്കട്ടെ. എങ്ങനെയാണ്? പാവങ്ങളത് വേണോ നല്ലോണം പൈസക്കാരത് വേണോ? റിച്ച് അല്ല, ഞാൻ സ്ഥലം പറഞ്ഞതാ. താജ് കഴിഞ്ഞ് കുറച്ചുകൂടി പോയ റൈറ്റ് സൈഡിൽ ഗ്രോസ റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ പോയിട്ട് ഒരു ഏജ്ഡ് ബീഫ് സ്റ്റേക്കും പിന്നെ കുറെ ടീ ഒക്കെ ഉണ്ട്. മറ്റേ ഡാർജിലിംഗ് ടീ ഒക്കെ ഉണ്ടോ? ഞങ്ങൾ ഡാർജിലിംഗിൽ പോയി കുടിച്ചോളാം. ഇവിടെ ഉള്ളവരടാ, ഇവിടെ ഉള്ളവരടാ, കോഴിക്കോടുള്ളവരടാ.
കോഴിക്കോട് തന്നെയാടാ പറയണത്. ഡാർജിലിംഗ് ടീ ഒക്കെ എന്താണ് ഇവിടുന്ന് കുടിക്കുന്നത്? കോഴിക്കോടിലെ ഷോപ്പാണ്, അവിടെ പോയി കുടിച്ചോ. പോയി കഴിച്ചോക്കെ, നല്ല കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ ഒരു വേറെ സാധനമാണ്, നല്ല സാധനം. ഇല്ലെങ്കിൽ അത് എക്സ്പെൻസീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നേരെ ടർബോഷ് പോയിക്കും. അവിടെ എന്താ? ഓക്കെ, അവിടെ എല്ലാ സാധനം ഉണ്ട്. കോൾഡ് മെസ്സ പ്ലേറ്റർ ഉണ്ട്, പ്ലാറ്റർ ഉണ്ട്. പിന്നെ സ്റ്റൈക്കല്ല, ടിക്ക കബാബ്സ് ഒക്കെ ഉണ്ട്. നല്ല ചെറിയ പ്ലാറ്റർ നീ മേടിച്ചാൽ മതി. പിന്നെ സൗദി ചാമ്പ്യൻ മേടിച്ചാൽ മതി, സെറ്റാണ്. ബിസിഡിന്ന് എന്താ അവസ്ഥ? ബിസിഡിന്റെ ഫുഡ് നീ കഴിച്ചാ? ബിസിഡി അല്ലേ, ഷാർബസിലെ ഫുഡ് കഴിച്ചാ? കോഫി കുടിച്ചിട്ട് ഞങ്ങള് റഹമത്ത് പോയി. റഹമത്ത് അബദ്ധാണല്ലോ. റഹമത്ത് കുഴപ്പമില്ല. റഹമത്ത് പക്ഷെ ബീഫ് ബിരിയാണിക്ക് അബദ്ധായി, പണ്ടുള്ള ടേസ്റ്റും ഇല്ല. ബീഫ് പറഞ്ഞത് പക്ഷെ നിങ്ങള് കുറെ കാലത്തിന് തിന്നണോണ്ടോ അങ്ങനെ കഴിക്കുന്നോണ്ട് കുഴപ്പമില്ലായിരുന്നു. പിന്നെ അവിടെ വലിയ തിരക്കില്ലാതെ കഴിക്കാൻ പറ്റി, ഇരുന്ന് കഴിക്കാൻ പറ്റി. പുതിയതിലാ പഴയതിലോ? ഇത് രണ്ടെണ്ണം ഉണ്ട് ഇപ്പൊ. പുതിയതില് അവിടെ മുകളിൽ എ സിയിലാവും. അവിടെ എ സി ഒക്കെ ഉണ്ട് ഇപ്പൊ. AC ഞങ്ങൾ അങ്ങനെ കാശുകാരല്ലെന്നറിയാലോ. നിങ്ങൾ ഇടക്കിടക്ക് മാറണ്ടല്ലോ, ഇടക്ക് പിച്ചക്കാരനാണ്. ചില സമയത്ത് സ്റ്റാർബക്സ് ഇതല്ല കേട്ടോ. അല്ല, നമുക്ക് മുമ്പോട്ട് പിടിക്കാം. കോളേജ് ഓക്കെ ഓക്കെ എന്നാ.